എല്ലാരും ചോദിക്കുന്നതാ എന്തിനാണ് ഈ യൂട്യൂബ് ചാനൽ ഈ തുടങ്ങിയത്. എന്റെ ഉദ്ദേശം വീട്ടില് ചോറ് കാശില്ല, എന്റെ വാപ്പല്ലേ യൂട്യൂബ് ചാനലിൽ ശരീരം പൈസ കിട്ടാൻ. എടാ നമ്മളെ പിന്നെ ഒന്നും അറിഞ്ഞു വെച്ച് വന്നവന്മാരല്ലേ, അത് അത്രേ ഉള്ളൂ. ചുമ്മാ നോക്കാം. പിന്നെ പ്രീമിയം ലക്ഷറി 150 സബ്സ്ക്രൈബേഴ്സ് ആയോളൂ. ഇപ്പോഴേ ബിൽഡിംഗ് വെച്ച് തുടങ്ങിയവൻ. ചിക്കുകളെ കാണിക്കാൻ പറ്റത്തില്ല. എന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ്, ഫാമിലി, കാര്യങ്ങളെല്ലാം. ഞാനും എന്റെ കൂട്ടുകാരെ എന്താണോ അത് തന്നെ ആയിരിക്കും ഞങ്ങളെ മെയിൻ സാധനം. കുക്കിംഗ് ചാനൽ എന്ന് പറഞ്ഞാൽ അത് പേര് കിടക്കുന്നത്, അത് പേര് മാറ്റാൻ 14 ദിവസം എടുക്കുന്നതാണ്. അത് കഴിയുമ്പോ ഞങ്ങള് സെറ്റ് ആയിരിക്കും. എംജി ഇപ്പൊ സ്വന്തമായിട്ട് മേടിക്കാൻ നിൽക്കുന്ന മുതലാളിയുണ്ട്. പിന്നെ ടെക്നോപാർക്കില് വെബ് ഡിസൈനറാ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ആഴ്ചയില് 4 ദിവസം വീട്ടിൽ വരും. എന്നിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നീ വർക്ക് ഫ്രം ഹോം ആയിട്ട് പണിയെടുക്കുന്ന. ഇല്ലടാ, നമ്മൾ എന്താന്നുള്ളതിന്റെ ഒരു വീഡിയോ ഇറക്കണമെന്ന് എല്ലാരും പറഞ്ഞു. എല്ലാരും പറഞ്ഞെന്ന് പറഞ്ഞാൽ അതല്ല വേറെ ആരും പറഞ്ഞിട്ടല്ല, ഞങ്ങള് തന്നെ ഞങ്ങളോട് പറഞ്ഞതാ. പ്രീമിയം സബീർ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. എംജിയുടെ എത്ര വണ്ടി ഉണ്ടോ? അല്ല അങ്ങനല്ല, പേര് യൂട്യൂബ് തുടങ്ങിയിട്ട് 2 ദിവസം സബ്സ്ക്രൈബർ 150. ഇതില് നോമ്പാർക്കൊക്കെ ഉണ്ടോ? എനിക്കുണ്ടായിരുന്നു. ഞാൻ രാവിലെ പണിയെടുത്തപ്പോഴത്തേന് വീട് പോയി ബ്രോ. അല്ലാതെ ഇവൻ വിളിച്ച് നോമ്പ് ഉറപ്പിച്ചല്ലേ. 62 സബ്സ്ക്രൈബർ. ഞങ്ങളുടെ ചാനലിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്ന അതില് ട്രാവൽ വീഡിയോ കാണും, പിന്നെ ഞങ്ങളെ കോമഡി വീഡിയോസ് കാണും, ഞങ്ങൾ ഫുഡ് കാര്യങ്ങള്, ഇതെല്ലാം പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ ഇതിൽ ആഡ് ആക്കും. അങ്ങനെ ഐസിന് ക്രിയേറ്റ് ചെയ്ത് വിടും. ഇവന് കാശ് കിട്ടണം, കൂടെ ഞങ്ങൾക്ക് രക്ഷപ്പെടാം, അത്രേ ഉള്ളൂ. ഒരു സൈഡിൽ കൂടെ രക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടണം. കൂട്ടുകാരന്മാർ തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു യൂട്യൂബ് ചാനൽ ചുമ്മാ ഇത് അല്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചാ ജസ്റ്റ് ചെയ്ത് നോക്കാം, എന്തായാലും നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ടല്ലോ. ആദ്യത്തെ നമുക്കൊരു ഗീവ് അവേ കൊടുക്കാം. അല്ലേ വേണ്ട, കേരളത്തിൽ കിട്ടാവുന്നത് വെച്ച് ഏറ്റവും മോസ്റ്റ് പറയാൻ പേടില്ല, അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ട്. നമ്മുടെ അമീർ സുഹേൽ ഫ്രണ്ടിനെ തരും. ഏത് മാൻഡ്രേക്ക് എന്ന് പറഞ്ഞാ നമ്പർ 1 മാൻഡ്രേക്ക് ആണ് അവൻ. അയ്യോ ഇതവൻ കാണുമല്ലേ, അയ്യോ വേണ്ട വേണ്ട, അയ്യോ ഇവനും അമീൻ തന്നെ, ഇവനും അമീൻ തന്നെ. പക്ഷെ തന്നെ ഞങ്ങളെ വിളിക്കുന്ന ലക്ഷ്മി സബീർ എന്നാണ്. അവനൊരു കിണ്ടിയില്ല. ഞാൻ ട്രെയിനിന്റെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് വെയിലെന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചെണീപ്പിച്ച് ഞങ്ങളെ വരുത്തിച്ച് ദൈവൻ. അതും കൊല്ലത്ത് പരിപാടി ഉണ്ട് വൈകിട്ട്, നീ വിളിച്ചിട്ടാ വന്നത്. ഇവനൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നത്. പുതിയായിട്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു അവന്മാര് ജിമ്മന്മാര് അവന്മാര് ഉടുക്കാനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അറിയാവോ, അത്രേ ഉള്ളു. താടി പിടിച്ചത് എനിക്ക് പരിപാടി താടി പഠിച്ച എന്തിനാ? കൊച്ചു പറഞ്ഞു താടി പഠിക്കുന്ന ചെറുപ്പക്കാരൊക്കെ സൂപ്പർ ഉള്ളതെന്ന് പറയടാ. ആര് പറഞ്ഞിട്ടാ പഠിച്ച? നിന്നെ കുറിച്ച് 2 വാക്ക് പറയടാ.
ഞാൻ വന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പിള്ളേരെ കൊണ്ട് ഐക്കൺ പോകുന്നു. ചൂട് ഞങ്ങൾ നേരത്തെ വീടെത്തണം. അപ്പൊ ഗൈസ്, അനിയന്മാരെ ചേട്ടന്മാരെ അപ്പൊ ഇനിയിപ്പോ പുതിയ സാധനങ്ങള് പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. ഓക്കെ.